ആരെല്ലാം വന്നാലും ആയിരങ്ങൾ നിറന്നാലും ഈ മണ്ണിന്റെ രാജാവ് താൻ തന്നെ എന്ന് ഉറപ്പിച്ചവന്റെ വരവിനായി ആനയടി ഇതാ കാത്തിരുന്ന നിമിഷം ഒരുങ്ങുകയായി. ആനപ്രിയനായ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി പിറന്നവൻ വന്നു ചേരുന്നു. ഇതാ ആനയടി തമ്പുരാന് ശിരസിൽ പീഠമൊരുക്കി വന്നെത്തി പെരുമാളെ പൊന്നോമനെ അവതരിക്കുന്നു. ഇവൻ ആനയടിക്കാരുടെ സ്വന്തം, ആനയടി ദേവരുടെ സ്വന്തം നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ. അതെ, ആർത്തിരമ്പുന്ന പുരുഷാരം സാക്ഷി അറിഞ്ഞെടുത്തുത്തമ പീഠമായപ്പോ അഴകിന്റെ ആവനാഴി ആവേശമായി അണിഞ്ഞാന കേരളത്തിന്റെ പുതുനിരയിലേക്ക് കടന്നു വന്ന അതേ അപ്പു വരികയാണ്. എവിടെ തന്റെ പാദം പതിയുന്നുവോ അവിടം നരസിംഹ ശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോ നാട് വാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചിടായിരം പേർ അണിനിരന്നാലും വീരരാജാക്കന്മാരുടെ തേരോട്ടം നടന്നാലും ഈ നാടിനും ഇവിടുത്തെ ദേവനും ഒരുപോലെ പ്രിയമാർന്നവൻ നിയോഗത്തിന്റെ 3 അക്ഷരം കൊണ്ട് നരഹരി ദേവസ്വം അപ്പോ. ഭഗവാൻ അകമ്പടിയായി ഇടംബലം കൂട്ടായി തടത്താവള രാജശേഖരനും ചുരൂർമഠം രാജശേഖരനും ഇതാ ഈ മണ്ണിലേക്ക് വരികയാണ്. 2 രാജശേഖരന്മാർ രാജാധിരാജനായ ആനയടി തമ്പുരാൻ അകമ്പടിയായി വരികയാണ്. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ ഈ നാടിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജസൈന്യാധിപൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരനും ചുരൂർമഠം നാടിന്റെ മണ്ണിൽ നിന്നും വരുന്നു. രാജശേഖരൻ കൂടെയുണ്ട് ഭഗവാൻ ഇടം കൂട്ടായി ഗജമഹിമ കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും നേടിയെടുത്ത തിരുവല്ലയുടെ താരത്തമ്പുരാൻ സാരഥി തെങ്ങണ ബിജുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആനയടി പൂരം കൂടുവാൻ വന്നു ചേരുന്നു. കന്നഡ നാടിന്റെ സൗന്ദര്യ മഹിമയും പേറി തുലാമഴ പെയ്യുന്ന മലയാള പെരുമയിൽ കാലുകുത്തിയവൻ മീനച്ചിലാറിന്റെ തീരത്തു നിന്നും മാതംഗ പെരുമയുടെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് ചേക്കേറിയവൻ കളഭം തൊടുവിച്ച് സ്വീകരിച്ച ശ്രീ വല്ലഭേശ്വരന് അഴകിന്റെ പൂർണ്ണതകളെ തിരികെ സമ്മാനിച്ചവൻ കലിയുഗ സുന്ദര ശ്രേഷ്ഠൻ ചുരൂർമഠം രാജശേഖരൻ. ജനസാഗരമേ ദാ അസ്തമ സൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു. ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിനായി ഗജരാജ സൂര്യൻ ഉദിക്കുന്നു. ഇനി വിശ്വവീര സുന്ദരന്റെ രംഗപ്രവേശം, പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട്. പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ ഗജരാജ ലക്ഷണ പെരുമാൾ നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജൻ. പറഞ്ഞതെല്ലാം പകലിനെയും പകലേനെയും സാക്ഷിയാക്കി നടത്തി കാണിച്ച ധർമ്മരക്ഷയിത ചരിത്രം തന്നെ തിരുത്തി കുറിച്ച് കൊണ്ടുവരികയാണ് അവന്. ചരിത്രം വീണ്ടും കുറിക്കുവാൻ പടിഞ്ഞാറു നിന്നും വരുന്ന ധർമ്മരക്ഷയ്ക്കായി ധീരന്മാരായ രാജസാരഥിമാർ കാച്ചാം കുറിച്ച് സതീഷും കൊല്ലംകോട് മനോജും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ട് വരുന്നു അവന്. അതെ, ചോദ്യങ്ങൾക്കിനി സ്ഥാനമില്ല. ചോദിച്ചാൽ മറിച്ചൊരു കിങ് പാമ്പാടി രാജൻ. ഇത്രനാൾ കണ്ടതെല്ലാം ഭീമാവതാരമായിരുന്നുവെങ്കിൽ ഇതാ ഇത്തവണ രാജസൂയം. ആരും കൊതിക്കുന്ന സ്ഥാനമാനങ്ങൾ ആരെയും കൊതിപ്പിച്ചു നേടിയവരുടെ രാജസൂയം.
അഴകും അളവും അതിനൊത്ത പ്രൗഢിയും ആനമല വൈക്കത്തേക്ക് വന്നാൽ ഇവനെന്നും വശ്യസുന്ദരൻ, തിരുനക്കരയുടെ തികവിൽ ഇവനെന്നും താരസൂര്യൻ, ഇത്തിത്താനത്ത് ഇവനെന്നും വിഭകുല നാട്ടരജൻ, തൃപ്പൂണിത്തുറയിലെത്തിയാൽ ഇവൻ തികവിന്റെ പര്യായം, പൂരനഗരിയിൽ പൂരമലയാളത്തിന്റെ വീരപ്പെരുമാൾ, ആരും കൊതിക്കുന്ന അഴകിന്റെയും ആരെയും മയക്കുന്ന മികവിന്റെയും ആനസ്വരൂപം ഇതാ സാക്ഷാൽ ഭൂലോക ഉത്തുംഗ ശൃംഖരാജൻ, വൈകുണ്ഠേശ്വര പ്രിയ സൂര്യ തേജസ്, നവലോക സുന്ദര ഛത്രാധിപതി, പാമ്പാടി രാജ, നിനക്കും നിന്റെ സാരഥി മാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പന്റെ മതിലകത്ത് ശ്രീയെഴുന്ന ഗജ ചൈതന്യം, ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രശോഭയാർന്ന ചന്തമുള്ള കൊമ്പനാന, മാതംഗരാജൻ, നാരായണ പ്രിയൻ, ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. തന്റെ പ്രിയ സാരഥിമാരായ പാറശ്ശേരി ശുങ്കന്റെയും സന്തോഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് നിയോഗത്തിന്റെ പൊൻവസന്തമാല ചാർത്തി കണ്ണൻ ശ്രീവേലി എഴുന്നള്ളുന്ന ഉത്തമ മസ്തകം, ഏകാദശി വിളക്കിന്റെ പൊൻകാലത്ത് നിന്നും ശിരസോളം മറ്റൊരു പീഠമില്ലെന്ന് തെളിയിച്ചവൻ, അതെ ഉണ്ണിയായും കണ്ണനായും ഓടക്കാർ വർണ്ണനായും ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ണി വരികയാണ്. അഴകിന്റെ പെരുമാളിനോടൊപ്പം അവതാര പിറവികളായ യുവരാജാക്കന്മാർക്കൊപ്പം ആന കേരളത്തിന്റെ ഐശ്വര്യ ശ്രീമാൻ, ചന്ദ്രശോഭ തോൽക്കുന്ന ഇന്ദ്രനീലം, നാരായണ പ്രിയൻ, ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. വിളിക്കുന്ന വള്ളുവനാടിന്റെ വീരപുത്രൻ, മാതംഗ സഖ്യ കുലപതി, പട്ടാമ്പി പടിഞ്ഞാറേ മഠം മണികണ്ഠൻ. വഴിയും വഴിത്താരകളും ഒരുക്കുന്ന വീരസാരഥി, മലമ്പുഴ പ്രസാദിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തെക്കിന്റെ രാജഭൂമിയിലേക്ക് വരികയാണവൻ. മലയാള വനാന്തരത്തിൽ പിറന്ന മലയാള ചട്ടം പിടിച്ച് ചിട്ടകൾ പറഞ്ഞ വേലകളും ഉത്സവങ്ങളും കൂടി ശീലിച്ചവൻ. 4.5 വയസ്സിന്റെ ബാല്യത്തിൽ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ നടയിരുത്തിയവൻ. കരിമ്പനകൾ കാറ്റിനോട് കഥ പറയുന്ന പട്ടാമ്പി നാടിന്റെ പത്തരമാറ്റുള്ള കൊമ്പൻ, മലബാറിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും മാനസപുത്രൻ, ഗജരാജൻ, പട്ടാമ്പി മണികണ്ഠൻ. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ മാനത്തഴക് ചാർത്തുമ്പോൾ അഴകിൽ കരിവീരന്മാർ അണിഞ്ഞൊരുങ്ങുന്ന ആനയടി തമ്പുരാന്റെ തിരുമുന്നിലേക്ക് ധർമ്മരക്ഷയ്ക്കൊപ്പം അവനും കടന്നു വരുന്നു. ഇവൻ തിരുവൈക്കത്തപ്പന്റെ മാനസപുത്രൻ, മലമകളെ മടിയിരുത്തി മാലോകം കാക്കുന്ന മഹാദേവരുടെ ആരോമലുണ്ട്. അഷ്ടമി പെരുമ നിറയുന്ന തിരുവ്യാഘ്രപാദപുരിയുടെ തലയെടുപ്പ്, ഗജപ്രജാപതി, വേമ്പനാട് അർജുനൻ.